നിലമ്പൂർ വോട്ടെടുപ്പ് കഴിഞ്ഞു, ഇനി വോട്ടെണ്ണുന്നതിന് കാത്തിരിക്കുകയാണ്. പക്ഷേ ആര് ജയിക്കും? ഇതിനകത്ത് 2 ജയങ്ങളുണ്ട്. ഒന്ന് 23-ാം തീയതി വോട്ടെണ്ണി ബാലറ്റിലുള്ള വിജയമുണ്ട്. പിന്നെ രാഷ്ട്രീയ വിജയം. രാഷ്ട്രീയ വിജയം ഇതിനകത്ത് നേടിയിരിക്കുന്നത് ഇത് പങ്കിട്ടെടുത്തിരിക്കുകയാണ്. ഒന്ന് LDFും ഒന്ന് BJPയുമാണ്. BJPയോ? അതെന്താ അങ്ങനെ? രാഷ്ട്രീയമായ പരാജയം ഏറ്റിരിക്കുന്നത് UDFിനുമാണ്. മനസ്സിലായില്ല. അപ്പോൾ അൻവറിനോ? അൻവർ അവിടെയാണ് നമുക്ക് പിന്നെ രാഷ്ട്രീയമായ പരാജയത്തിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ VD സതീശന് ഒരു എന്താ പറയുക ഒരു കയ്യടി കൊടുക്കാവുന്നത് അവിടെയാണ്. കാരണം അൻവറിനെ കൃത്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്നൊന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. അൻവർ അറസ്റ്റ് ചെയ്യപ്പെടും. തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിന്നിട്ടുണ്ട്. കാര്യം ഇപ്പം എങ്ങും ഇല്ല. അതിന് തൃണമൂൽ അല്ലെങ്കിൽ ഇവിടെ വളരെ ഒരു 4ാം ശക്തിയായിട്ട് വന്ന് പിന്നെ 3ഉം 2ഉം 1 ഒക്കെ ആവേണ്ടി വരും. അപ്പോൾ ആ ഒരവസ്ഥയാണ്. അത് അങ്ങനെ ഒരു നല്ല സത്കർമ്മം ഈ VD സതീശൻ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മുടെ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് പറയുന്നത് ഇപ്പം ഒരു കണക്കൊക്കെ പറഞ്ഞു കേൾക്കുന്നത് CPM പറയുന്നത് കഷ്ടിച്ചൊരു 1600-1800 വോട്ടിന് സ്വരാജ് ജയിക്കുമെന്നാണ്. പക്ഷെ അത് ഞാൻ കേൾക്കുന്നത് 1800 വോട്ടൊക്കെ കെട്ടി ജയിക്കുമെന്ന് പറഞ്ഞാൽ അത് തോറ്റു എന്ന് സമ്മതിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും അതിനകത്ത് അൻവറിന് 5000 വോട്ട് കഷ്ടിച്ച് കിട്ടും എന്നാണ്. മഹാത്ഭുതങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സംഗതിയാണ്. മഹാത്ഭുതങ്ങൾ എന്ത് സംഭവിക്കും അല്ലേ? അത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഷൗക്കത്ത് മാന്യമായ ഒരു ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കുമെന്നുള്ളത് എല്ലാവരും ഇപ്പം LDFിനും അറിയാം, അൻവറിനും അറിയാം, ബാക്കി എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്നൊരു സംഗതിയാണ്. അതായിരിക്കും സംഭവിക്കാൻ പോവുക. ഇതിനകത്ത് ഏറ്റവും വലിയ ഷൗക്കത്ത് ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ് തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഈ നാട്ടിൽ വംശമറ്റു പോകുന്ന ഒരു സാധനമാണ് ദേശീയ മുസ്ലിം എന്ന് പറയുന്നത്. അതെ അതെ, ദേശീയ മുസ്ലിം പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഒരു ക്രെഡിബിൾ കാൻഡിഡേറ്റ് ആണ്. തീർച്ചയായിട്ടും. പിന്നെ അതിനകത്ത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യങ്ങൾ ഈ മനുഷ്യൻ ഈ കലയിലേക്കും മറ്റുള്ള താല്പര്യങ്ങൾ വളരെ വികസിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനുഷ്യത്വം വികസിക്കുകയാണ്. അതെ അതെ. പിന്നെ അത് മാത്രമല്ല കേരളത്തിൽ സുനിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ജയിക്കേണ്ടതെന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ അതല്ലെങ്കിൽ കേരളത്തിലെ ഈ ഇസ്ലാമിക തീവ്രവാദം അതോടൊപ്പം തന്നെ എതിർഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. കാരണം ഇതൊരു ഒരു ഒരു ഏറ്റുമുട്ടലിൻ്റെ സ്വഭാവത്തിലേക്ക് ഇവിടെ കേരളത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ വളരെ കണ്ണടയ്ക്കാതെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മുസ്ലിം സമുദായം ഏകദേശം ഒരു ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഇപ്പം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഫ്ലാറ്റ് എടുക്കാനായിട്ട് ഇപ്പം കൊച്ചിയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഒരു ഫ്ലാറ്റിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ലിസ്റ്റ് നോക്കും ആരൊക്കെയാണ് താമസിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഫ്ലാറ്റുകൾ അലോട്ട് ചെയ്യുന്നതിൽ പോലും മുമ്പ് പരാതികൾ വന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് വീട് കിട്ടുന്നില്ല. അതെ അതെ, അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ അതിന് ഇസ്ലാമിക തീവ്രവാദം ഒരു ഫോബിയ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. അത് മുസ്ലിം സമുദായത്തിന് മൊത്തം അതിൻ്റെ ആ ഒരു പഴി ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ ഈ ദേശീയ മുസ്ലിം കാര്യം നമ്മളുടെ ഇവിടുത്തെ മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സമൂഹവുമായിട്ട് വളരെ ഇഴുകിച്ചേർന്ന് ജീവിച്ച ഒരു സമൂഹമാണ്. അതെ അതെ അല്ലേ? ഈ പർദ്ദ വരുന്നിടം വരെ ഈ ശരിക്കും പറഞ്ഞാൽ 80കളുടെ അവസാനം തൊട്ടാണ്. 80കളുടെ അവസാനമോ അതോ ബാബറി മസ്ജിദ് ഡിമോളിഷൻ അതെ അതിനുശേഷമായിരിക്കണം. ഈ പർദ്ദ വ്യാപകമാകുന്നിടം വരെ കേരള സമൂഹത്തിൻ്റെ സാധാരണ അവരുടെ പള്ളിയിൽ പോകുന്നു, മറ്റേത് പോകുന്നു, വ്യക്തമായിട്ട് അവരുടെ പേരുകളും അവരുടെ ആചാരങ്ങളും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ, ആഘോഷങ്ങൾ, പങ്കുവയ്ക്കൽ എല്ലാമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു കേരളീയ സമൂഹത്തിൽ ഈ വിഷ്വലായിട്ട് അത് ഈ ഒപ്റ്റിക്സ് മാറുന്നു. ഈ പർദ്ദ ഒന്നോടുകൂടി തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു സമൂഹത്തിൽ നിന്ന് നിൽക്കുകയാണ്, അവിടെ ഒരു 10 പർദ്ദ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അവർ മുസ്ലിം എന്നുള്ള ഐഡൻറ്റിറ്റിയിലേക്ക് മാറും. അതെ അതെ. അപ്പം ഇതെല്ലാം ഈ പർദ്ദ വന്നു ഹലാല് വന്നു. അപ്പോൾ ഈ പർദ്ദയും ഹലാലും ഒന്നും നിഷ്കളങ്കമായിട്ട് വന്നതല്ല, കടത്തിക്കൊണ്ടുവന്ന മനസ്സിലല്ലേ? അതിൻ്റെ പിന്നിൽ ചില അജണ്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മുസ്ലിം സമുദായത്തിന് മൊത്തം ഏറ്റെടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ മറ്റേ ഷൗക്കത്തിനെ പോലെയുള്ള ഈ മുസ്ലിം നേതാക്കൾ നമ്മുടെ സമൂഹത്തിലേക്ക് മുമ്പോട്ട് വരേണ്ടത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗാണ് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നത്. മുസ്ലിം ലീഗും നമ്മളുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോടും 2 മുന്നണികളോടും ചേർന്ന് കേരള സമൂഹത്തിൽ ചേർന്ന്, പക്ഷേ അവർക്കും
അവരുടെ അണികൾ ഒലിച്ചു പോകാൻ തുടങ്ങി. കാരണം അവരും ഈ അപരവൽക്കരണത്തിൻ്റെ ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്കും പരിമിതികളെ ഉണ്ട്. ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഉദാഹരണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ വന്നു. ആ ഓപ്പറേഷൻ സിന്ദൂർ വന്ന സമയത്ത് മുസ്ലിം ലീഗൊക്കെ അല്ലെങ്കിൽ മറ്റേ പഹൽഗാം വെടിവെപ്പ് വന്ന സമയത്തൊക്കെ വളരെ അപലപിച്ച് പറഞ്ഞുവെങ്കിലും ഒരു മിതത്വം പാലിക്കേണ്ടി വന്നു. അപ്പോഴേ നമ്മൾ കാണേണ്ടത് ഹൈദരാബാദിലെ ഒവൈസിയെ കാണേണ്ടത്. ഒവൈസി അവിടെയാണ് പ്രധാനം വന്നത്. അവിടെയാണ് ഒവൈസിയുടെ ഒരു ശബ്ദം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒവൈസി നിർവഹിച്ചൊരു ദൗത്യമുണ്ടല്ലോ. അതെ അതെ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുഴുവൻ മാത്രമല്ല, ഇന്ത്യൻ മുസ്ലിങ്ങളെന്ന് പറയുന്നത് മാത്രമല്ല, ഇന്ത്യൻ ജനതയുടെ മുഴുവൻ തന്നെ ഒരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസത്തെയും ധൈര്യത്തെയും ആ സാമൂഹികമായ ബന്ധത്തെയൊക്കെ ഊട്ടിയുറപ്പിക്കുന്നതിനാണ് ഒവൈസി അത് ആ രീതി പെരുമാറിയത്. അത് വാസ്തവത്തിൽ അത് കേന്ദ്ര സർക്കാരും അത് അക്നോളജ് ചെയ്തു. അല്ല, അത് കാണുമ്പോഴാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, ലീഗ് ആവട്ടെ, വെൽഫെയർ പാർട്ടി ആവട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, ഒവൈസി എടുത്തതിൻ്റെ 100% പ്രതികരണം നടത്തിയിട്ടില്ല. അല്ല, ഇവർ ഈ ഒവൈസിയുടെയൊക്കെ ഒവൈസിയുടെയും വാസ്തവത്തിൽ ഒവൈസിയുടെയും അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇവിടുന്ന് വിദേശത്തേക്ക് പോയ സംഘങ്ങളുണ്ടല്ലോ, അവരെല്ലാം വളരെ സ്തുത്യർഹമായ ഒരു ദൗത്യം നിർവഹിച്ചു. ബ്രിട്ടാസ് പോലും തീർച്ചയായിട്ടും ബ്രിട്ടാസ് പോലും നമ്മളൊരു കാര്യം നല്ലത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ പലതവണ പറഞ്ഞതാണ്. അതെ അതെ, ആ ബ്രിട്ടാസ് പോലും ആ രീതി ചെയ്തു. പക്ഷേ ഇവിടെ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു മിതത്വം ഇവിടെ നിശബ്ദതയായിട്ട് മാറുകയാണ്. അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിലാണ് ഈ ഷൗക്കത്തിനെ പോലുള്ള ആളുകൾ അവരുടെ ഈ പറഞ്ഞതുപോലെ മറ്റേ മതവിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അത് വ്യക്തിപരമായി അവരുടെ ഒരു വ്യക്തിയുടെ ആവശ്യമാണ് മതം എന്ന് പറയുന്നത്. മതം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ ആവശ്യമല്ല, വ്യക്തിയുടെ ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ നമുക്ക് ഈ മതത്തെക്കുറിച്ചുള്ളൊരു ധാരണയില്ല. മതേതരം മതനിരപേക്ഷത എന്നൊക്കെ എപ്പോഴും പറഞ്ഞിട്ടെങ്കിലും എന്താണ് മതമെന്ന് ഈ പറഞ്ഞ നേതാവിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല വ്യക്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഷൗക്കത്തിൻ്റെ ഒരു സാന്നിധ്യം. ഷൗക്കത്തിൻ്റെ വിജയം ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരാത്മവിശ്വാസം കൊടുക്കുന്നത് തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ ഈ രാഷ്ട്രീയമായ ഒരു വിജയം അല്ല, അപ്പം ഈ പറഞ്ഞ പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനായ അങ്ങ് സ്വരാജ് പരാജയപ്പെടും എന്ന് സമ്മതിച്ചോ, എന്ന് നിരീക്ഷിക്കുന്നോ? ഞാൻ എൻ്റെ ഒരു പരിമിതമായ ഒരു ബോധ്യത്തിൽ, വെറും പരിമിതമായ ഒരു ബോധ്യത്തിലും ഇതുവരെ ഉണ്ടായിട്ടുള്ള നമ്മളുടെ നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അൻവർ ജയിച്ചത് 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്, ഇല്ലേ? അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മളൊരു സാധാരണ പൗരൻ്റെ ഒരു കാഴ്ചപ്പാടോടെ നോക്കുന്ന സമയത്ത്, ചരിത്രം വെച്ച് നോക്കുന്ന സമയത്ത് സ്വരാജ് ജയിക്കാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ അൻവറും ജയിക്കും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം 1000 പേരെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നടന്നു പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ റിസൾട്ട് വരുന്നതും വരെ പ്രതീക്ഷിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഹാത്ഭുതങ്ങൾ എപ്പോഴും സംഭവിക്കാം. ഇപ്പോൾ നാളെ വേണമെങ്കിൽ അൻവർ ജയിച്ചും കൂടെ ചെയ്യില്ല, മഹാത്ഭുതമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അൻവർ ജയിക്കാം, സ്വരാജ് ജയിക്കാം. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ മഹാത്ഭുതം തന്നെയാണ്. അതിനകത്ത് അക്കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഇന്നത്തെ ബി ജെ പിയുടെ അവസ്ഥ ഈ പറഞ്ഞതുപോലെ അതിന് വോട്ടെണ്ണി വരുമ്പോഴാണ് ബി ജെ പിയുടെ അവസ്ഥ. ബി ജെ പി സ്ഥാനാർത്ഥി പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും വോട്ടിംഗ് ഷെയർ കൂട്ടും എന്നാണ് പറയുന്നത്. അതെ, അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത്. കാരണം സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു ആത്മവിശ്വാസം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയും. ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് വയനാട്ടിൽ നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നുണ്ട്. അതൊക്കെ ഇനി നമുക്ക് ഇത് റിസൾട്ട് കാണുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പം ഏത് രീതിയിലാണ് അവിടുത്തെ സതീശന് ഒരു വലിയ പങ്കുണ്ട് അൻവറിനെ ഒന്ന് സൈഡ് ലൈൻ ചെയ്ത് കോർണർ ചെയ്തതെന്ന് പറയുന്നത്, അതെന്താ? അല്ല, വി ഡി സതീശൻ കൃത്യമായിട്ട് അൻവറിനെ കോർണർ ചെയ്തതാണല്ലോ. അത് അദ്ദേഹം പരസ്യമായിട്ട് ചെയ്ത സംഗതിയാണല്ലോ. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം 150 കോടി റുപ്യ മീൻ വണ്ടി കൊണ്ടുവന്നു എന്ന് അസംബ്ലിയിൽ പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉത്തരവാദിത്തപ്പെട്ട ഒരു ഫ്ലോറിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെ ഒരംഗം നിയമസഭയിൽ ഉന്നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ രാഷ്ട്രീയവും കാഴ്ചപ്പാടും വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും മീൻ വണ്ടി കൊണ്ടുവന്ന സാധനം പോലെയാണ്, ചീഞ്ഞ മീൻ പോലെയാണ് അല്ലേ?
അപ്പോൾ അത്തരം വ്യക്തികളെ രാഷ്ട്രീയത്തിൽ നിന്ന് പരമാവധി പൂർണ്ണമായിട്ടൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല, അത്രയെങ്കിലും ഒഴിഞ്ഞു പോയല്ലോ എന്നുള്ളതാണ് നമ്മളുടെ ഈ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഉള്ള ആശ്വസിക്കാൻ പറ്റുന്ന കാര്യം. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയമായ വിജയം എന്ന് പറയുന്നത് ഇതിനകത്ത് LDF ഒരു വിജയമുണ്ട്. കാരണം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടപ്പിലാക്കാൻ പോകുന്ന ഒരു മോഡലായിരിക്കും നിലമ്പൂർ മോഡൽ. അതിനെ ക്യൂറേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ നിലമ്പൂരിലൂടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ചർച്ചയാകാൻ പോകുന്നത്, അല്ല ഞാനിത് പറഞ്ഞപ്പോൾ LDFന്റെ കൂടെ ഉള്ളവരെ ഞാൻ ആലോചിക്കുകയാണ്. ഹിന്ദു മഹാമണ്ഡലം, ഗാന്ധിയെ കൊന്ന ഹിന്ദു മഹാമണ്ഡലമുണ്ട്, മദനിയുടെ PDP ഉണ്ട്. PDP എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല, പക്ഷെ അവർ ബോധപൂർവമാണ് PDP ചേർത്ത് നിർത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ഇനി എത്ര തന്നെ നമ്മൾ ശുദ്ധികലശം ചെയ്ത് എതിർത്ത് കഴിഞ്ഞാൽ പോലും ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. കാരണം അത് ഒരു കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമുള്ളൊരു സംഗതിയല്ല. അവർക്ക് കേരളത്തിൽ മാത്രമായിട്ട് രൂപാന്തരം ഉണ്ടാക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദവും അവരുടെ തീവ്രവാദ സ്വഭാവവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. അപ്പോൾ അതിനെ ആര് കൂടെ ചേർത്ത് നിർത്തുന്നു? അപ്പോൾ അതുയർത്തുന്ന ഭീഷണിയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യ അജണ്ടയായി വരുന്നത്. അത് BJPയുടെ അജണ്ട തന്നെയാണ്. അതെ, CPM-ന്റെ അജണ്ട, BJPയുടെ അജണ്ട ഒന്നായി മാറും. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാണ്? CPM ആണ്. അപ്പോൾ CPM ഈ പറഞ്ഞതുപോലെ ഈ പരോക്ഷമായിട്ട് ഹിന്ദുക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഹിന്ദുക്കൾ ചെറുത്ത് തോൽപ്പിക്കേണ്ട അല്ലെങ്കിൽ ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിതിനെ ഒറ്റപ്പെട്ട് കാണേണ്ട കാര്യമില്ല. ഡൽഹിയിൽ മുഖ്യമന്ത്രി പോയി കൊടുത്ത പത്രസമ്മേളനം, അതിന് തൊട്ട് പിന്നാലെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് പോയി നടത്തിയ പ്രസ്താവന, ഇതിനെല്ലാം കൂടെ ചേർത്ത് വേണം ഇത് നമ്മൾ വായിക്കാനായിട്ട്. കാരണം ഇതിപ്പോൾ PR ഏജൻസികളുടെ കാലമാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ബിനാലെയൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇതിനെ ക്യൂറേറ്ററെ നിയമിക്കും, ഇതിനെ പരുവപ്പെടുത്തി ഇങ്ങനെ പൂർണ്ണമായിട്ട് കൊണ്ടുവരും. അപ്പോൾ ആ ക്യൂറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അടുത്ത ഈ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആ മോഡലിനെ നിലമ്പൂരിൽ നിന്നും LDF ക്യൂറേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ ഒരു അവസാനത്തെ ലക്ഷണമാണ് ഗോവിന്ദൻ മാഷിൻ്റെ പ്രസ്താവനയും അതിനെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ്. കാരണം ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നു. അത് എന്തിനെ എതിർക്കുന്നുവോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. ഇപ്പോൾ BJP അതിശക്തമായിട്ട് എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കണം അന്തർധാര സജീവമാണ്. അതിപ്പോൾ നമുക്ക് പിണറായി സർക്കാരിൻ്റെ 2 സർക്കാരിൻ്റെ ഭരണകാലത്തെ കണ്ണൂരേക്ക് നോക്കിയാൽ മതി, അന്തർധാര എത്രമാത്രം ശക്തമാണെന്നറിയാം. അവിടെ വലിയ പ്രശ്നങ്ങളില്ലല്ലോ. അപ്പോൾ സതീശൻ പറയുന്ന പോലെ BJP CPM അന്തർധാര പരുവപ്പെട്ട് കഴിഞ്ഞു, ഇനി അത് അതിശക്തമായി വർക്ക് ചെയ്യാൻ പോവാണ്. അതാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ 3ാം പിണറായി സർക്കാരിനെ ഉറപ്പാക്കുന്ന ഘടകം അത് തന്നെയായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.